എന്റെ പ്രസൻസ് എന്തുകൊണ്ടാണ് നിങ്ങളെ ഭയങ്കര പേടിപ്പെടുത്തുന്നത്? വൈ? ബിക്കോസ് ഐ എം സോ കംഫർട്ടബിൾ വിത്ത് മൈ സ്കിൻ, യു ഹാവ് എ പ്രോബ്ലം വിത്ത് ഇറ്റ്? ബിക്കോസ് ഐ വെയർ മേക്കപ്പ്, ബിക്കോസ് ഐ ഹാവ് എ ബാഗ് ഇൻ മൈ ഹാൻഡ്, യു ഹാവ് എ പ്രോബ്ലം വിത്ത് ഇറ്റ്? ബിക്കോസ് ഐ വെയർ ഷൈനി ഔട്ട്ഫിറ്റ്സ്, യു ഹാവ് എ പ്രോബ്ലം വിത്ത് ഇറ്റ്? Why do you have a problem with it? I make my own fucking money and I wear what I want to wear. Why do you have a problem with it? ഒന്ന് ഓർത്ത് നോക്കിയേ, ഇവൻ പറയുന്ന കാര്യങ്ങൾ കേട്ടില്ല നിങ്ങൾ? ഇവൻ്റെ പ്രസൻറ്റേഷന് എന്തുകൊണ്ടാണ് നിങ്ങൾ ഭയക്കുന്നത് എന്നുള്ളത്. നിങ്ങൾ ഭയക്കുന്നുണ്ടോയെന്ന്? എന്നെ ഭയക്കുന്നില്ലേ? കേരളത്തിലുള്ള മിക്കവാറും അച്ഛനമ്മമാർ, ഉപ്പമ്മമാരൊക്കെ ആഗ്രഹിക്കുന്നൊരു കാര്യമുണ്ട്. ഇതുപോലൊരെണ്ണം നമ്മുടെ മക്കളിലോ മക്കളിലോ പറക്കാണ്ടിരിക്കട്ടെ. അല്ലേ? അങ്ങനെയല്ല ആഗ്രഹിക്കുന്നത്. ഇവനെങ്ങാനും കേരളത്തിലുള്ള ഒരു എന്താ പറയുക, കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ മന്ത്രിയൊക്കെ ആയിട്ട് ഇവൻ എടുക്കാന്നുണ്ടെങ്കിൽ എന്തായിരിക്കും അവസ്ഥ നാട്ടിൽ? എല്ലാ ആൺകുട്ടികൾക്കും ഇവന് മേക്കപ്പ് സെറ്റ് നിർബന്ധമാക്കും. മേക്കപ്പ് സെറ്റ് കൊടുക്കും, എന്നിട്ട് ലിപ്സ്റ്റിക് ഒക്കെ ഇട്ടിട്ട് സ്കൂളിൽ വരാൻ വേണ്ടി പറയും. അത് നിർബന്ധമാക്കും, അല്ലെങ്കിൽ ഫൈൻ അടിക്കേണ്ടി വരും. ഇതുപോലെ വേറൊരു സ്റ്റേറ്റ്മെൻറ്റ് വരുന്ന കണ്ടായിരുന്നു. സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളൊക്കെ തിണ്ടികളായിട്ടാണ് വളരുന്നത്. ഈ ലിപ്സ്റ്റിക്കും കണ്ണും വിടുന്ന സാധനം ഉണ്ടല്ലോ, ഇതൊക്കെ ഇട്ട് നടന്ന കുഴപ്പമൊന്നുമില്ല. സ്കൂളിൽ പഠിച്ചിറങ്ങുന്ന ആളുകളൊക്കെ ഇതിട്ട് വരാം. ഇവൻ്റെ ഒരു കഥ ഉണ്ടല്ലോ. ഇവൻ ഏതൊക്കെയോ തിയേറ്ററിലൊക്കെ പോകുന്നൊരു വിഷ്വലുണ്ടായിരുന്നു. അതിൽ പെണ്ണുങ്ങൾ ഉപയോഗിക്കില്ലേ ബാഗ്, അതും നോക്കിയിട്ട് പോകുന്നത്. എന്നിട്ട് നടത്തൊക്കെ കാണണം. അവൻ്റെ ശൈലി എന്ന് പറഞ്ഞാൽ പക്ക ഒരു പെണ്ണിൻ്റെ ലുക്കാ. എന്നിട്ട് ഇവനെ നമ്മുടെ കേരളത്തിലുള്ള ആൺകുട്ടികളെ നന്നാക്കാൻ നടക്കുക. ബിഗ് ബോസിൽ പോയിട്ടില്ലെങ്കിൽ ഇവൻ ആരും അറിയില്ല. ബിഗ് ബോസിൽ പോയി കുറേ ഉടായ്പ പരിപാടിയൊക്കെ കാണിച്ച് ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ ആണുങ്ങളായിട്ടുള്ള നമുക്കൊരു എന്തൊക്കെയോ ആവുന്നില്ലേ? എനിക്ക് മാത്രമാണോ? എന്തൊക്കെ അതല്ലേ, നമ്മൾ കളിയാക്കാൻ പാടില്ല.